കോഡ്രിയാട്രൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ QUD, നമ്മളതിനെ ക്വാഡ് സഖ്യം എന്ന് വിളിക്കും. ഇപ്പോൾ അമേരിക്കയിൽ അതിൻ്റെ ഉച്ചകോടി നടക്കുകയാണ്. ഇന്ത്യയെ കൂടാതെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയാണ്. ഈ ക്വാഡ് സഖ്യം രൂപീകരിക്കുന്നത് 2004 സുനാമി ബാധിതരെ സഹായിക്കാനും അതിനുവേണ്ട നടപടികൾക്കുമായിട്ട് വിവിധ രാജ്യങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ രൂപപ്പെട്ട ഒന്നാണ് ക്വാഡ് സഖ്യം. 2008 ക്വാഡ് സഖ്യത്തിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറി. കാരണം ആ ക്വാഡ് സഖ്യം രൂപീകരിക്കുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ പിന്മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയും ചൈനീസ് ഭരണകൂടവുമായി നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 4 സംഘത്തിൽ നിന്ന് ആദ്യം ഓസ്ട്രേലിയ പിന്മാറുന്നത്. പിന്നീട് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ചൈന സന്ദർശിക്കുകയും ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തതോടുകൂടി സഖ്യം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, പൊളിഞ്ഞ് അടുങ്ങുകയായിരുന്നു. പിന്നീട് 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ലോകരാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഏറെ സമയം ചെലവഴിച്ചത്. ആദ്യത്തെ 100 ദിനങ്ങൾക്കുള്ളിൽ അദ്ദേഹം സന്ദർശിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് അമേരിക്കയായിരുന്നു. പിന്നീട് നാം കണ്ടത് ചരിത്രമാണ്. അന്ന് ലോകം ചുറ്റും വാലിബാനെന്ന് നരേന്ദ്രമോദിയെ കളിയാക്കിയവർ അനവധിയാണ്. പക്ഷേ മോദി യാത്ര ചെയ്തത് 2 കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന്, തൻ്റെ രാജ്യത്തിന് ഗുണകരമാകുന്ന വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന വിപണികൾ തപ്പിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ ലാഭത്തിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ തിരക്കിയുമായിരുന്നു. മറ്റൊരു യാത്ര നമ്മളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ സഹായങ്ങൾക്ക് വേണ്ടിയൊരു യാത്രയായിരുന്നു, യുദ്ധോപകരണങ്ങളായിട്ടും സഖ്യങ്ങളായിട്ടുമെല്ലാം. അങ്ങനെ 2017 വീണ്ടും ഈ രാഷ്ട്രത്തലവന്മാരെ എല്ലാം കണ്ട് മോദി വീണ്ടും ക്വാഡ് സഖ്യം പുനരുജ്ജീവിപ്പിച്ചു. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അന്ന് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഡൊണാൾഡ് ട്രംപും മോദിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് വീണ്ടും ഈ 4 സംഘം ഒത്തുകൂടി. പക്ഷേ ആ വരവൊരു 1.5 വരവായിരുന്നു. ആ വരവിന് ശേഷം അവരെ കൂടുതൽ ഒന്നിപ്പിച്ചത് ഈ കോവിഡിൻ്റെ ആ ഒരു അവസ്ഥയായിരുന്നു. 2020 കോവിഡ് വന്നു. ആ കോവിഡ് സമയത്താണ് ഈ സഖ്യം കൂടുതൽ അടുത്ത് ഇടപഴകാൻ തുടങ്ങിയത്. അന്ന് ചൈന പറഞ്ഞത് ഇതൊരു നീർക്കുമിളയാണ്, ഏത് കാറ്റത്തും ആടി ഉലഞ്ഞ് തകർന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആ ചൈന കിടുകിടാ പറയ്ക്കുന്നു. ചൈന ഇപ്പോൾ ഈ ക്വാഡ് സഖ്യത്തെ അപലപിക്കുന്ന നിലയിലേക്ക്, ആശങ്ക രേഖപ്പെടുത്തുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക പടകളാണ് ഈ 4 രാജ്യങ്ങൾക്കും ഉള്ളത്. ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ. ഈ 4 രാജ്യങ്ങളുടെയും മുഖ്യ ശത്രു ചൈനയാണ്. ഈ ചൈനയെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ 4 രാജ്യങ്ങളുടെയും ലക്ഷ്യവും. അങ്ങനെ ആദ്യം രൂപീകരിച്ചു, തകർന്നു. പിന്നീട് അത് ശക്തമായി. ആ സഖ്യം ഇന്ന് ലോകത്തിന് മുൻപിൽ മറ്റൊരു നാറ്റോയായി വളരുകയാണ്. ചൈന ഭയക്കുന്നു ഇത് തന്നെയാണ്. ചൈന പറയുന്നത് മറ്റ് ഏഷ്യയിലെ ഒരു നാറ്റോയായി ഇത് വളരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് സമുദ്ര ആധിപത്യത്തിൽ ചൈനയുടെ ആ ഒരു മുന്നേറ്റത്തെ തടയാൻ ഇതിന് കഴിയും. ഏതായാലും ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമൊക്കെയാണ് ചൈന ആധിപത്യം നേടാൻ ശ്രമിക്കുന്നത്. ദക്ഷിണ ചൈന കടലിടുക്കിൽ അവർക്ക് ഒരു സൈനിക ക്യാമ്പ് പോലും സ്ഥാപിക്കുന്ന ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചൈന. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഇതിനുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഗുണമെന്നും കൂടി നാം അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചൈന കഴിഞ്ഞ കുറേ കാലമായി പിടിമുറുക്കാനൊരു ശ്രമം നടത്തുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ചൈനയുടെ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 3/4 പങ്കും, ഏതാണ്ട് 75% മുകളിൽ നടക്കുന്നത് മുഴുവൻ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ്. ഇവിടെ ചൈനയ്ക്ക് എക്കാലവും നോട്ടമുള്ളൊരു സ്ഥലം ഇന്ത്യയിലുണ്ട്. അത് ലഡാക്കാണ്. ആ ലഡാക്കിലേക്ക് ചൈന സൈന്യത്തെ നീക്കിയാൽ ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതായത് ചൈനയുടെ കച്ചവടം പൂട്ടിക്കാൻ ഇന്ത്യക്ക് വളരെ എളുപ്പം കഴിയും. അതായത് ഈ ക്വാഡ് സഖ്യമുണ്ടെങ്കിൽ. നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ പരീക്ഷണ കപ്പലുകളും നിരീക്ഷണ കപ്പലുകളും മറ്റ് കപ്പലുകളും ഒക്കെ തന്നെയുണ്ട്. ഇവിടെ ഈ സഖ്യം സാധ്യമാകുമ്പോൾ ഈ സഖ്യത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. പരസ്പര സഹായവും ഈ സഖ്യത്തിൻ്റെ ഉടമ്പടികളൊന്നാണ്. അതായത് ഒരു രാജ്യത്തിന് യുദ്ധത്തിൻ്റെ ഒരു സഹായം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ആയുധത്തിന് സഹായം വേണമെങ്കിൽ, സഹകരണത്തിന് സഹായം വേണമെങ്കിൽ സ്വാഭാവികമായി സഖ്യം ഒന്നിക്കും. ഇത് തന്നെയാണ് ചൈനയെ ഭയപ്പെടുത്തുന്നത്. അതായത് ചൈന ലഡാക്കിലേക്ക് കടന്നു കയറിയാൽ അതേസമയം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വ്യാപാര കപ്പലുകളെ തടയാൻ ഇന്ത്യക്ക് കഴിയും. വ്യാപാരം അതോടുകൂടി പൂട്ടിക്കാൻ ഇന്ത്യക്ക് കഴിയും. അങ്ങനെ വ്യാപാരം മുൻപോട്ട് പോകാതെ ഒരു രാജ്യം യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. യുദ്ധത്തിലിറങ്ങിയാലും അധികം മുൻപോട്ട് പോകാൻ ചൈനയ്ക്കും കഴിയില്ല. ഇത് തന്നെയാണ് ചൈന ഭയക്കുന്നതിൻ്റെ പ്രധാന കാരണവും നരേന്ദ്രമോദി അതിന് മുൻകൈ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്.
ഏതായാലും ഭൂഗർഭ പരീക്ഷണം അടക്കം ചൈന നടത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയും ഈ ക്വാഡ് രാജ്യങ്ങളുമെല്ലാം നടത്തുന്നുണ്ട്. ഈ ക്വാഡ് സഖ്യത്തോടൊപ്പം തന്നെ സിംഗപ്പൂർ, ഒപ്പം തന്നെ തായ്വാൻ, മറ്റ് ചില ചെറു രാജ്യങ്ങൾ കൂടി ഈ സഖ്യത്തിന് പുറത്ത് ഇവരോട് ഒത്തുനിൽക്കാമെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അവർ ഒത്തുനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് ഓസ്ട്രേലിയയും സിംഗപ്പൂരും തമ്മിൽ സംയുക്ത നാവികാഭ്യാസമൊക്കെ നടന്നിട്ടുള്ളതാണ്. ഏതായാലും ഈ ക്വാഡ് സഖ്യമാണ് ഇപ്പോൾ ചൈനയെ വിരൽ പിടിപ്പിക്കുന്നത്. അതായത് ചൈനയ്ക്ക് ഒരു ഭാഗം കൊണ്ട് ഇന്ത്യയെ വളയുമ്പോൾ ചൈനയുടെ തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, കച്ചവടം, അതായത് വ്യാപാരം തന്നെ എന്നേക്കുമായി പൊട്ടിക്കുന്ന ഒരു തന്ത്രത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. അതായത് ഒരു ഭാഗം കൊണ്ട്, കാരണം അവരിപ്പോൾ തുടങ്ങിയതെല്ലാം അവർക്ക് പൊളിഞ്ഞുപോയി. ഏറ്റവും ഒടുവിൽ നാം കേട്ടത് മ്യാൻമാറിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു പാത ഒരുക്കുന്ന തിരക്കിലായിരുന്നു. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് മ്യാൻമാറിൻ്റെ രാജ്യം വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായപ്പോൾ ചൈന ജീവനും കൊണ്ട് ഓടി. അതിനു മുമ്പ് പാകിസ്ഥാൻ വഴി ഒരു റോഡ് വെട്ടി കച്ചവടത്തിന് ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണ്. കാരണം ആ ഒരു റോഡ് വന്നാൽ ഇതുവഴിയുള്ള കടൽ വഴിയുള്ള ഗതാഗതത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നിന്നാലും പകരം ഈ പാകിസ്ഥാൻ വഴി ഒരു റോഡുണ്ടാകും. പക്ഷേ ആ റോഡും എങ്ങും എത്തിയില്ല, തൃശങ്കുവിലാണ്. കാരണം പാകിസ്ഥാൻ കടക്കാൻ ആ റോഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ ഇന്ത്യ മറ്റൊരു നീക്കം കൂടി നടത്തി. ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച ഗൾഫ് കൺട്രീസ് വഴി യൂറോപ്പിലേക്ക് ഉള്ളൊരു ഇടനാഴി, ആ ഒരു ഇടനാഴി വരികയാണെങ്കിൽ അത് വലിയ ലാഭകരമായ ഒരു ഇടനാഴിയാണ്. ഇതിനിടയിൽ ഇന്ത്യ മറ്റൊരു നീക്കം കൂടി നടത്തി. ഇറാൻ്റെ ചബാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് വഴി ചബാർ വഴി ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ ചരക്കുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയും. ഏതായാലും ഈ ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കാം എന്നുള്ള ചൈനയുടെ മോഹവും പൊലിഞ്ഞു. ശ്രീലങ്കയുടെ ഹമ്പൻതൊട്ട തുറമുഖമടക്കം പിടിച്ചെടുക്കാനുള്ള നീക്കവും പൊളിഞ്ഞു. ഏറ്റവും ഒടുവിൽ അവർ കൈവച്ച മാലിയാകട്ടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ചൈനയ്ക്ക് നാലുപാടും വളഞ്ഞു നിന്ന് അവരെ തുരത്തുവാൻ തക്ക കരുത്താണിന്ന് ക്വാഡ് സഖ്യത്തിനുണ്ട്. ലോകത്തിലെ തന്നെ വലിയ നാവികപ്പടകളുടെ ഒരു ഗ്രൂപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം കൈവരുന്നതും ചൈന ഭയക്കുന്നതും. അതായത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും ഞങ്ങളുടെ കാലത്താണ് ഈ ക്വാഡ് സഖ്യം രൂപീകൃതമായതെന്ന്. ശരിയാണ്, 2004 ഇത് രൂപീകൃതമായത്. പക്ഷേ അത് പൊളിക്കാനും കോൺഗ്രസ് സർക്കാർ തന്നെ മുന്നിൽ നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഒരല്പം ഇച്ഛാശക്തി കാട്ടിയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സഖ്യം പടർന്ന് പന്തലിച്ചാണ്. പക്ഷേ അതിന് കഴിഞ്ഞില്ല. പകരം ചൈനയെ ഭയന്ന് നാം ചൈനയിൽ പോയി അവരോട് സന്ധി ചെയ്യുകയാണ് ചെയ്തത്. ജപ്പാൻ പ്രധാനമന്ത്രിക്കും പിഴച്ചത് അവിടെയാണ് ഓസ്ട്രേലിയ കണക്ക് കരുത്തനായ ഒരു രാജ്യം വിട്ടുപോയതും. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോഴേക്കും കാറ്റ് ഇന്ത്യക്ക് അനുകൂലമായി മാറി. ഒപ്പം തന്നെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു ഭരണാധികാരിയെയും കൂടെ കൂട്ടിന് കിട്ടി. അങ്ങനെ ക്വാഡ് സഖ്യം സജീവമായി. വീണ്ടും ഒരിക്കൽ കൂടി ട്രംപാണ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ ക്വാഡ് സഖ്യം ഒരു ഒന്നൊന്നര സഖ്യമായി മാറും. ഇത് തന്നെയാണ് ന്യൂസിന് മേൽ നടക്കുന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.